ഹലോ എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അങ്ങനെ നരിവേട്ട സിനിമയ്ക്ക് ശേഷം എനിക്കൊന്നും നരിവേട്ടയാണ് ടോവിനോയുടെ ലാസ്റ്റ് ഫിലിമെന്ന്. അപ്പോൾ നരിവേട്ട സിനിമയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിപ്പോടെ നമ്മുടെ ടോവിനോ വീണ്ടും നായകനെ എത്തുന്ന പള്ളിച്ചട്ടമ്പി എന്ന സിനിമ ഇന്ന് തിയേറ്ററുകളിൽ റിലീസായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു സിനിമയുടെ ടീസറിലും ട്രെയിലറിലും കണ്ടതുപോലെ ഒരു നാടിനെ, അതായത് കുറേ യുദ്ധങ്ങളും പോരാട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു നാടിനെ സംരക്ഷിക്കാൻ വരുന്ന ഒരു ചട്ടമ്പി എന്ന കഥാപാത്രമായി ടോവിനോ ഈ ഒരു സിനിമയിൽ എത്തുകയാണ്. ഈ ഒരു സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സുരേഷ് ബാബു, പിന്നെ സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മളെ ക്യൂയിൻ ജനഗണ മൂവിയുടെ ഡയറക്ടറായ ഡിജോ ജോസ് ആൻ്റണി. ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നൗഫൽ അഹമ്മദ് ബ്രിജേഷ്, പിന്നെ ഈ പ്രൊഡക്ഷൻ കമ്പനീസ് CQ ബ്രോസ് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് വേൾഡ് വൈഡ് ഫിലിംസ് ആണ്. ഈ സിനിമയിലെ മെയിൻ കഥാപാത്രം നമുക്കറിയാവുന്ന പോലെ ടൊവിനോ തോമസ്, കയാട് ലോഹർ, ബാബുര ജേക്കബ് ഉണ്ട്, പിന്നെ വിജയരാഘവൻ ഉണ്ട്, പിന്നെ ആക്ടർ എൽദോ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ജോസ്കുട്ടി ജേക്കബ് ഉണ്ട്, പിന്നെ നമ്മുടെ കൂഡോസ് മീഡിയയിലെ നിബ്രാസ് നൗഷാദും ഈ സിനിമയിലുണ്ട്. അങ്ങനെ നീണ്ടു നിരുന്നൊരു കേന്ദ്ര കഥാപാത്രമാണ്. ഈ ഒരു സിനിമ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എന്തുമാത്രമാണ് ഈ ഒരു സിനിമയിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ടോവിനോയുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഈ ഒരു കഥ, അതായത് ഈ ഒരു പടം അനൗൺസ് ചെയ്തപ്പോഴും ട്രെയിലർ ടീച്ചറൊക്കെ വന്നപ്പോൾ എന്തുമാത്രമാണ് ഈ സിനിമയിൽ എക്സ്പെക്റ്റ് ചെയ്തത്, ആ ഒരു എക്സ്പെക്റ്റേഷനിലേക്ക് ഈ ഒരു സിനിമ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അഭിപ്രായം എത്താനായിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമ വളരെ നല്ലൊരു സിനിമ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ഇതിലേക്ക് ഒരു സിനിമ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ സിനിമയിലെ ടോവിനോയുടെ പെർഫോമൻസും, ടോവിനോയുടെ മാത്രമല്ല മറ്റുള്ള എല്ലാ കഥാപാത്രങ്ങളുടെയും ആക്ടേഴ്സിൻ്റെയും കാസ്റ്റിൻ്റെയൊക്കെ പെർഫോമൻസ് എല്ലാം വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ കൂടുതൽ എൻഗേജിങ് ആയിട്ട് നമുക്ക് എൻഗേജിങ് ആയിട്ട് തോന്നിയത് ഫസ്റ്റ് ഹാഫിനെക്കാട്ടും സെക്കൻഡ് ഹാഫാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ടോവിനോയുടെ ഒരു ഫൈറ്റ് സീക്വൻസ് തന്നെയാണ് മെയിനായിട്ടുള്ളൂ, ഒരു നല്ലൊരു മാസ് ഫൈറ്റ് തന്നെ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഫസ്റ്റ് ഹാഫിൽ വരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടോവിനോയുടെ എന്താ പറയുക കിടുക്കൻ ഇടി പെർഫോമൻസ്, ഫൈറ്റ് സീക്വൻസ് എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ടോവിനോയുടെ എത്രമാത്രമാണ് അതായത് കുറച്ചുകൂടി കൂടുതൽ ടോവിനോയുടെ ഇടി പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള ടോവിനോയുടെ അത്യാവശ്യം മാസ് ഇടി ഈ ഒരു സിനിമയിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു സിനിമയിൽ എനിക്ക് മെയിനായിട്ട് വേറെ എൻഗേജിങ് ആയിട്ട് തോന്നിയത്, നമുക്കറിയാം ഈ ഒരു സിനിമയുടെ ഭാഗത്തുനിന്ന് രണ്ട് മൂന്ന് പാട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് കാട്ടുചെമ്പകം, പിന്നെ മാവേറിൻ. അപ്പോൾ ഇതിൽ കാട്ടുചെമ്പകം എന്നുള്ള പാട്ട് കൂടുതലായിട്ട് നമ്മളെല്ലാവരും, അതായത് കൂടുതലായി വൈറലായ ഒരു പാട്ടാണ്, നമ്മളെല്ലാവരും കൂടുതൽ ജനങ്ങളിലേക്ക് ഇടം പിടിച്ച അതായത് വൈറലായൊരു ഗാനമാണ് കാട്ടുചെമ്പകം എന്നുള്ള സോങ്, ആ ഒരു റൊമാൻസ് സോങ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു റൊമാൻസ് സോങ്ങിൽ തന്നെ നമ്മുടെ ടോവിനോയുടെയും കയാട് ലോഹറിൻ്റെ ഒരു പെർഫോമൻസ് വളരെയധികം എൻഗേജിങ് ആയിരുന്നു. അതായത് ഫോണിൽ നമ്മൾ സാധാരണ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ട് കേൾക്കണേക്കാട്ടും കൂടുതലായി തിയേറ്റർ എക്സ്പീരിയൻസിൽ ഈ ഒരു പാട്ട് കേൾക്കുകയും ആ ഒരു റൊമാൻസും വളരെയധികം എൻഗേജിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സിനിമ നടക്കുന്നത് 1930, 1950 കാലഘട്ടങ്ങളിലാണ്. ആ സമയത്ത് ഈ ജനങ്ങൾക്ക് അവകാശമുള്ള ഈ ഭൂമി പട്ടയം ഒക്കെ സർക്കാർ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ കുറേ കലാപങ്ങൾ ഉണ്ടാവുകയാണ്. പോലീസുകാർ ലാത്തീസിനും, പിന്നെ പോലീസുകാർ ജനങ്ങളെ ക്രൂരമായി ഉപദ്രവിക്കുന്നതും ജനങ്ങൾക്കെതിരെ വെടിവയ്പ്പ് ഉയർത്തുന്നു. അപ്പോൾ ഇതിലെല്ലാത്തിനും ജനങ്ങളിൽ നിന്ന്, അതായത് ഈ ഒരു എന്താ പറയുക കണിയാരം പിന്നെ തോമപുരം എന്നുള്ള ദേശങ്ങളാണ് കൂടുതലായിട്ടും ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഒരു ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ വരുന്നൊരു ചട്ടമ്പി, അതായത് പുത്രൻ അയച്ച ഒരു ചട്ടമ്പി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ രക്ഷിക്കാൻ ഒരു ചട്ടമ്പി ആയിട്ട് നമ്മുടെ ടോവിനോ തോമസ് എത്തുകയാണ്. പള്ളിച്ചട്ടമ്പി ഒരു കഥാപാത്രമായിട്ട് എത്തുകയാണ്. പിന്നെ ഈ സിനിമയിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഇതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു, എന്താ പറയുക, എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്താണ് രാജുവേട്ടൻ്റെ ക്യാമിയോ ഒരു സിനിമയിൽ. അതായത് ഈ ഒരു സിനിമയിൽ വളരെയധികം അടിപൊളിയായിരുന്നു. രാജുവേട്ടൻ്റെ എൻട്രിയും രാജുവേട്ടൻ്റെ ക്യാമിയും അതെ, ഡയലോഗുകളും അതെ, പിന്നെ രാജുവേട്ടൻ്റെ പെർഫോമൻസും നല്ല രീതിയിൽ തന്നെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ മേക്കിങ്ങും എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രഫി, പിന്നെ പണ്ടത്തെ കാലഘട്ടവും കാണിക്കുന്നതും ഒരു സ്റ്റോറിയും ഒരു തീമെല്ലാം നല്ല രീതിയിൽ തന്നെ ഈ പടം വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കലാപങ്ങൾ ഉണ്ടാവാണ്. അതായത് ഇപ്പോൾ രാജുവേട്ടൻ നോക്കുകയാണെങ്കിൽ ഒരു വില്ലൻ സ്പോട്ടാണ്, ഒരു വില്ലൻ കഥാപാത്രമായിട്ടാണ് ആൾ വരണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ജനങ്ങളുടെ അവകാശപ്പെട്ട ഭൂമി, അതായത് അത് സർക്കാർ പിടിച്ചെടുക്കാൻ നോക്കുകയാണ്.
അവർക്ക് ആവശ്യമുള്ള പട്ടായം ഭൂമിയും എല്ലാം പിടിച്ചെടുക്കാൻ നോക്കുന്നു. അപ്പോൾ അതിന് എതിരെ പൊരുതി എന്താ പറയുക, ചങ്കൂറ്റം എല്ലാം ജനങ്ങളെല്ലാം ചങ്കൂറ്റം നിറച്ചുകൊണ്ട് നമ്മുടെ ടൊവിനോ തോമസ് അങ്ങനെ എത്തിപ്പൊരുതുന്നു ജനങ്ങൾക്ക് വേണ്ടി. ജനങ്ങൾ പൊരുതുന്നുണ്ട്, അതിനോടൊപ്പം ഒരു ലീഡ് നായകനായിട്ട് അവരുടെ ഒരു ലീഡറായിട്ട് ടൊവിനോയും അവർക്കൊപ്പം നിന്ന് പൊരുതുന്നു. അതാണ് ഈ ഒരു സിനിമയുടെ മെയിനായിട്ടുള്ളൊരു കഥ എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ വളരെയധികം നല്ലൊരു സിനിമ തന്നെ പറയാം. നമുക്ക് എന്തായാലും തിയേറ്ററിൽ എന്തായാലും ഒരു എൻഗേജിങ് ആയിട്ടാണ് നമുക്കൊരു സിനിമ കാണാവുന്ന രീതിയിൽ തന്നെ ഒരു സിനിമയിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ള ഒപ്പീനിയൻ, അഭിപ്രായം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സിനിമ കണ്ടിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായം എന്തായാലും താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു മൂവി റിവ്യൂ തന്നെയായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.